ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അൺഒഫീഷ്യൽ സർവേ 2026 സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഒരു അവലോകനം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ 2021 തിരുവനന്തപുരം ജില്ലയിലുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ ആർക്കെല്ലാം എത്ര വോട്ട് വെച്ച് കിട്ടി എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സുധീർ കരമനയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. സുധീർ കരമന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചലച്ചിത്ര താരമാണ്. അതുപോലെ തന്നെ UDF ഇറക്കിയിരിക്കുന്നത് CP ജോണിനെയാണ്. അതുപോലെ തന്നെ BJP കളത്തിൽ ഇറക്കിയിരിക്കുന്നത് കരമന ജയനെയാണ്. നമുക്ക് അടുത്തതായി നോക്കാൻ പോകുന്നത് നിയമമാണ്. നിയമത്ത് ഒരു ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം 3 സ്ഥാനാർത്ഥികളും വളരെ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്. LDF ഇറക്കിയിരിക്കുന്നത് V ശിവൻകുട്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശിവൻകുട്ടി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ UDFന് വേണ്ടിയിട്ട് KS ശബരിനാഥാണ്. ശബരിനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാം ശക്തമായിട്ടുള്ളൊരു നേതാവായിരുന്നു. വളർന്നു വരുന്നൊരു പ്രതിഭ തന്നെയാണ് ശബരിനാഥ്. അതുപോലെ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് UDF നിയമത്ത് ഇറക്കിയിരിക്കുന്നത്. BJP കളത്തിൽ ഇറക്കിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. കേരളത്തിലെ BJP സംസ്ഥാനതല പ്രസിഡന്റാണ് BJPയിലെ രാജീവ് ചന്ദ്രശേഖരൻ. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു മികച്ചൊരു മത്സരം തന്നെ നിയമത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ VK പ്രശാന്താണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. UDF അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് കളത്തിലിറക്കിയത്. KR മുരളീധരനാണ് UDFന് വേണ്ടി വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ NDAക്ക് വേണ്ടി ശ്രീലേഖയാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കഴക്കൂട്ടം മണ്ഡലമാണ്. കഴക്കൂട്ടത്ത് LDFന് വേണ്ടി മത്സരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അതുപോലെ തന്നെ UDFന് വേണ്ടി ശരത്ചന്ദ്ര പ്രസാദാണ് മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി V മുരളീധരനാണ് മത്സരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ V മുരളീധരനായിരുന്നു കഴിഞ്ഞ വർഷത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ നമുക്ക് കഴക്കൂട്ടത്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത മണ്ഡലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെടുമങ്ങാട് മണ്ഡലമാണ്. നെടുമങ്ങാട് മണ്ഡലത്തിൽ LDFന് വേണ്ടി GR അനിലാണ് മത്സരിക്കുന്നത്. UDFന് വേണ്ടി മീനകൽ കുമാറും BJPക്ക് വേണ്ടി യുവരാജ് ഗോകുലാണ് മത്സരിക്കുന്നത്. അരുവിക്കര അസംബ്ലി മണ്ഡലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDFന് വേണ്ടി G സ്റ്റീഫനും UDFന് വേണ്ടി VS ശിവകുമാറും BJPക്ക് വേണ്ടി വിവേക് ഗോകുലുമാണ് മത്സരിക്കുന്നത്. അരുവിക്കരയിലും ശക്തമായിട്ടൊരു മത്സരം തന്നെ നമുക്ക് കാണാവുന്നതാണ്. കോവളം മണ്ഡലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDFന് വേണ്ടി നീല ലോഹിതദാസൻ ആണ് മത്സരിക്കുന്നത്. UDFന് വേണ്ടി M വിൻസെന്റും BJPക്ക് വേണ്ടി TN സുരേഷുമാണ് കോവളത്ത് മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ LDFന് ആയിരുന്നു കോവളം മണ്ഡലം നിലനിന്നിരുന്നത്. അടുത്ത നമുക്ക് നെയ്യാറ്റിൻകര മണ്ഡലം പരിശോധിക്കാം. നെയ്യാറ്റിൻകരയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് K അൻസലിനാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ട് N ശക്തനാണ് മത്സരിക്കുന്നത്. N ശക്തനൊക്കെ നേരത്തെ സ്പീക്കറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ BJPക്ക് വേണ്ടി SR നായറാണ് മത്സരിക്കുന്നത്. പാറശാല മണ്ഡലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDFന് വേണ്ടി CK ഹരീന്ദ്രനാണ് മത്സരിക്കുന്നത്. UDFന് വേണ്ടി നെയ്യാറ്റിൻകര സനലാണ് മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി ഗിരീഷ് നെയ്യാറാണ് മത്സരിക്കുന്നത്. വർക്കല മണ്ഡലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ V ജോയിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ V ജോയി ഏകദേശം 17,000 വോട്ടിനൊക്കെ ആയിരുന്നു V ജോയി കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഈ പ്രാവശ്യം എങ്ങനെയാണ് വർക്കല വിധി എഴുതുക എന്ന് നമുക്ക് മെയിലറിയാവുന്നതാണ്. അടുത്തതായി UDF സ്ഥാനാർത്ഥി വർക്കല കാഹറാണ് മത്സരിക്കുന്നത്.
BJP ഇതുവരെയായിട്ടും വർക്കല സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ആറ്റിങ്ങൽ മണ്ഡലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDF വേണ്ടിയിട്ട് എസ് അംബികയാണ് മത്സരിക്കുന്നത്. UDF വേണ്ടിയിട്ട് സന്തോഷ് ഭദ്രനാണ് മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് P സുധീർ ആയിരിക്കും ആറ്റിങ്ങലെ മത്സരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചിറയൻകീഴ് മണ്ഡലമാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് മനോജ് B ഇടമനയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് രമ്യ ഹരിദാസാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഇപ്രാവശ്യം രമ്യ ഹരിദാസിനെ ആലത്തൂരിൽ നിന്നാണ് ഇറക്കിയിരിക്കുന്നത് ചിറയൻകീഴിൽ മത്സരിക്കാൻ. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ട് BS അനൂപാണ് മത്സരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് വാമനപുരം മണ്ഡലമാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് DK മുരളിയാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ UDF സുധീർഷ് പാലോടാണ് അവിടെ മത്സരിക്കുന്നത്. BJP ഇതിനായിട്ടും സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അവസാനമായി കാട്ടാക്കട മണ്ഡലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDF വേണ്ടിയിട്ട് AB സതീഷാണ് മത്സരിക്കുന്നത്. UDF വേണ്ടിയിട്ട് MR ബൈജു ആണ് മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടിയിട്ട് BK കൃഷ്ണദാസാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു മികച്ചൊരു മത്സരം തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. PK കൃഷ്ണദാസൊക്കെ BJPയുടെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. സോ നമുക്കവിടെ ഒരു നല്ലൊരു മത്സരം തന്നെ കാണാവുന്നതാണ്. ഇനി നമുക്ക് 2021 തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ ആരൊക്കെയായിരുന്നു വിജയിച്ചത് എന്നെല്ലാം നോക്കാം. ആകെ കോവളം മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. ബാക്കിയെല്ലാം LDF ആയിരുന്നു. നമുക്ക് അതൊന്ന് വിശദമായി ഈ പിക്ചറിൽ കൂടെ തന്നെ നമുക്ക് നോക്കാം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.